Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മളുടെ ചാനലിൽ വളരെയധികം റിക്വസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ സജഷൻ കിട്ടിയ ഡിഷുകളാണ് ഷവായ ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ അൽഫാം. ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി മാരിനേഷന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ബാർബിക്യൂ, അൽഫാം, ഗ്രിൽഡ് അല്ലെങ്കിൽ ഷവായ ഇതെല്ലാം ഒരു കുക്കിംഗ് മെത്തേഡാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മാരിനേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന മാരിനേഷൻ്റെ റെസിപ്പി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുക്കിംഗ് മെത്തേഡിൽ നിങ്ങൾക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ റെസിപ്പി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ നല്ല റെസിപ്പിയാണ്, വളരെ ഈസിയാണ്, നല്ല ടെൻഡറായിട്ടും ജ്യൂസി ആയിട്ടും ഇരിക്കുന്ന നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മിസംബ്ലേസ് റെഡിയാക്കാം. മിസംബ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് ഒരു ബോളിലേക്ക് 10 കാശ്മീരി ചില്ലിയും 5 റെഗുലർ റെഡ് ചില്ലിയും എടുത്ത് ഇതിൻ്റെ ഞെട്ടുകൾ പൊട്ടിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കത്രിക കൊണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ബോളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ കുരു ബോളിന്റെ അടിയിൽ സെറ്റിലാവും. ഇതിന്റെ കുരു നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. അത് നമുക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചില്ലിയിലേക്ക് 5 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് കുതുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1.5 കിലോ ഉള്ള ചിക്കനാണ്. ചിക്കൻ വിത്ത് സ്കിന്നാണ് ഞാനിന്ന് എടുത്തേക്കുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സിസർ എടുത്ത് ചിക്കൻ്റെ ബാക്ക് ബോൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ വിത്ത് സ്കിന്ന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സ്കിൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് വിത്ത് സ്കിന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വിത്ത് സ്കിന്ന് ഈ ഒരു ഡിഷിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ വിത്ത് സ്കിന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കട്ട് ചെയ്ത ബാക്ക് ബോൺ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനോ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ചിക്കൻ ബ്രസ്റ്റിന്റെ നടുക്കായിട്ട് വരുന്ന വിഷ് ബോണിന്റെ അവിടെ നമ്മൾ നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ ബ്രസ്റ്റിന്റെ മുകളിൽ തന്നെ കൈവച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ചെറിയൊരു നൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് നമ്മളുടെ ചിക്കനിൽ നന്നായിട്ട് ഹോൾസ് ഇടാം. ഇങ്ങനെ ഹോൾസ് ഇടുന്നതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മാരിനേഷൻ ചിക്കൻ്റെ എല്ലാ പാർട്ടിലേക്കും അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലൊരു ഫ്ലേവറിലേക്ക് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ചിക്കൻ തിരിച്ചിട്ടിട്ട് അതേമാതിരി തന്നെ ചിക്കൻ്റെ മറ്റേ സൈഡും നമുക്ക് ഇതേമാതിരി തന്നെ നൈഫ് കൊണ്ട് നന്നായിട്ട് ഹോളുകൾ ഇടാം. ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാറ്റി വെക്കാം. ഈ ഡിഷിനുള്ള മാരിനേഷൻ ഉണ്ടാക്കുവാനായിട്ട് ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറ് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാം കുഞ്ഞുള്ളി ഇതിലേക്ക് നമുക്കിടാം. മീഡിയം സൈസിലുള്ള ഒരു പകുതി ടൊമാറ്റോ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർകോൺ, 1.5 ടേബിൾ സ്പൂൺ ഹോൾ കൊറിയാൻഡർ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ സോൾട്ട്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല മിക്സ്. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റെഡ് ചില്ലിയും വിനെഗറും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓയിലായാലും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തതായി നമ്മളുടെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആകുന്നവരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറിലായാലും ഇത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതേമാതിരി തന്നെ കുക്കിങ്ങിന് ആവശ്യമായുള്ള വേറെ 1-2 പ്രൊഡക്റ്റുകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ മാരിനേഷൻ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ മാരിനേഷൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാരിനേഷൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന മാതിരി ഈവൻലി അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ചിക്കൻ്റെ സ്കിന്നിൻ്റെ അടിയിലും അതുമാതിരി എല്ലാ പാർട്ടിലും നന്നായിട്ട്
നമ്മളുടെ മാരിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മളുടെ മാരിനേഷൻ നല്ല രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന മാതിരി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതില് വാവട്ടം കുറഞ്ഞൊരു പ്ലേറ്റിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബോളിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ 3 തുടങ്ങി 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ വാവട്ടം കുറഞ്ഞ ബോളിലേക്ക് മാറ്റുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മാരിനേഷനും ചിക്കനും നല്ല ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ബോൾ എടുക്കുന്നത്. അടുത്തായി പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മുടെ പാനിലേക്ക് നമുക്കിടാം. പാനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ബോളിലുള്ള എക്സ്ട്രാ മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ചിക്കൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് കൊണ്ട് കവർ ചെയ്ത് ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഒന്നര മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ലിഡ് വെച്ച് നമുക്കൊരു 1.5 മിനിറ്റോടെ കുക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഗ്രില്ലിങ്ങിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡും 1.5 മിനിറ്റ് വീതം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ എക്സ്ട്രാ വരുന്ന നമ്മളുടെ മസാല നമുക്ക് അടി പിടിക്കാത്ത ഭാഗം മാത്രം എടുത്ത് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് സിൽവർ ഫോയിൽ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് 2 സെക്ഷനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ സിൽവർ ഫോയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. അതിനുശേഷം നമ്മളുടെ ബാക്കി ഉണ്ടായിരുന്ന മസാല നമുക്ക് കുറച്ച് അടിയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ എടുത്ത് ഇതിൻ്റെ നടുക്കിലേക്ക് തന്നെ വെച്ചിട്ട് നമ്മളുടെ ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ചിക്കൻ അതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇതിൻ്റെ പല സ്ഥലങ്ങളിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വെക്കാം. ഈ ബട്ടർ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല ടെൻഡറായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു 2 സിൽവർ ഫോയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇത് നമുക്ക് 4 സൈഡും നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം. നമ്മൾ നന്നായിട്ട് സീൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇതിനുള്ളിൽ ബിൽഡ് ചെയ്യുന്ന സ്റ്റീം ഇതിനുള്ളിൽ തന്നെ നിന്ന് ആ ഫ്ലേവർ മിസ്സാവാണ്ട് ഈ സ്റ്റീമിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് സീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് 4 സൈഡും നന്നായിട്ട് കവർ ചെയ്ത് സീൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മളുടെ പാന് വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് പാൻ നല്ല ചൂടായതിനു ശേഷം നമ്മളുടെ റാപ്പ് ചെയ്ത ചിക്കൻ ഇതിനുള്ളിലേക്ക് വെച്ച് നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ 7 മിനിറ്റ് നേരം ഓരോ സൈഡും നമ്മൾ കുക്ക് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്കിത് 7 മിനിറ്റ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്കിന്ന് ടൈമർ സെറ്റ് ചെയ്യാം. സെറ്റ് ദ ടൈമർ ഫോർ 7 minutes. 7 minutes. Counting down. നമ്മുടെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ലിഡ് മാറ്റിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് ലിഡ് വെച്ച് ഒരു 7 മിനിറ്റ് കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മളുടെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തതായി ഇതെടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി 20 തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു പാർട്ട് നിങ്ങൾ മാക്സിമം മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബാർബിക്യൂ ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് 1.5 കിലോ തുടങ്ങി 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ മാക്സിമം വരെയുള്ള ചിക്കനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം
ഇത് ചിക്കൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മളുടെ മാരിനേഷൻ ഇതിൻ്റെ ഉള്ളിലെ മീറ്റിലേക്ക് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെറിയ ചിക്കൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പാർട്ടാണ് നമ്മളുടെ റെസ്റ്റിംഗ് ടൈം. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് 2 റെസ്റ്റിംഗ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓവർനൈറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതായത് തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മളെടുത്ത് ഗ്രില്ല് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുക്കിംഗ് മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഇതിൽ മസാല നന്നായിട്ട് മീറ്റിലേക്ക് പിടിച്ച് നല്ല ഫ്ലേവറിൽ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. ഇല്ലാന്നുണ്ടെങ്കിൽ 4 തുടങ്ങി 5 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ രണ്ടാമത്തെ റെസ്റ്റിംഗ് ആണ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ കവർ ഓപ്പൺ ആക്കാണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്. ആ റെസ്റ്റിംഗ് പീരീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ജ്യൂസസ് നമ്മളുടെ ചിക്കനുള്ളിൽ തന്നെ ഹോൾഡ് ചെയ്യാനും നമ്മളുടെ ചിക്കൻ ഓൾ ദ വേ ത്രൂ കുക്കായി നല്ലൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാനായിട്ടും രണ്ടാമത്തെ റെസ്റ്റിങ്ങും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 പാർട്ടും നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ പ്രത്യേകം ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് അടിക്കുക. ഞാൻ ചെയ്യുന്ന വർക്കിന് ഒരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനത് കാണുന്നത്. നിങ്ങൾ ലൈക്ക് അടിക്കുന്ന വഴി എനിക്കത് കൂടുതൽ മോട്ടിവേഷൻ കിട്ടി വീണ്ടും അടിപൊളി നല്ല റെസിപ്പികൾ തരാനായിട്ട് അതെനിക്കൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക, ഫ്രീ ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ അടിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാലഡ് ഉണ്ടാക്കുവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനെഗർ, 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സീസൺ ചെയ്യാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത ബ്ലാക്ക് പെപ്പർ, അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ്. വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത 2 ക്യുക്കുംബർ, പകുതി ലെറ്റ്യൂസ്, അതിനുശേഷം കട്ട് ചെയ്ത ടൊമാറ്റോ. ഞാനിത് ഉപയോഗിക്കുന്നത് ചെറി ടൊമാറ്റോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ടൊമാറ്റോ ആണ് അത് ഉപയോഗിച്ചാലും മതി. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. മീറ്റൊക്കെ നല്ല രീതിയിൽ വെന്ത് സൈഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെന്ന്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് പ്ലേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളുണ്ടാക്കിയ സാലഡ് പ്ലേറ്റിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ നമുക്ക് ഇതിന് മുകളിലേക്ക് വെക്കാം. അതിനുശേഷം നമ്മളുടെ സിൽവർ ഫോയിൽ ബാക്കിയുള്ള മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ വെഡ്ജായി കട്ട് ചെയ്ത കുറച്ച് ലെമൺ നമുക്ക് സൈഡിൽ അറേഞ്ച് ചെയ്യാം. Now we have the final product, grilled chicken. ഗൈസ്, അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് കാണാൻ മതി നമ്മളുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫ്ലേവറാണ് വരുന്നത്. നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് വായിൽ അലിഞ്ഞു പോകുന്ന മാതിരിയാണ്. അത്രയ്ക്ക് നല്ല ടെൻഡറും ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. കുറേ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലാന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. സോ until I see you with a different video, bye bye.